അച്ഛ വഴിക്ക് വേണ്ട അച്ഛ. അച്ഛ എല്ലാരും നോക്കി നിൽക്കുക അച്ഛ. അവന്റെ അനിയത്തി എങ്ങനെയാ കരഞ്ഞെന്നറിയോ? ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ നീ അച്ഛന്റെ വീട്ടിലേക്ക് പൊക്കോളൂ. കരഞ്ഞു എന്തിനാ ഈ നശിച്ച വീട്ടിൽ ടെൻഷൻ കരഞ്ഞു. അടിക്കടാ. അടിക്കടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കേ ഇരിക്കേ. എല്ലാരും ഹോംവർക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അതൊന്നും നമ്മുടെ പണിയല്ല എന്ന് പറയുന്ന കിളവന്മാരും കിളവികളും ഒക്കെ എണീറ്റ് നിന്നേ. ഹോംവർക്ക് തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഹോംവർക്ക് തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളെ ഇഷ്ടമാവില്ല. നീ എന്താ കാരണം പറയാൻ പോകുന്നേ? എനിക്ക് പനിയാ സർ. ഇല്ലല്ലോ, സത്യം പറ, ഇല്ലെങ്കിൽ അടി മേടിക്കും. രാത്രി അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു സാറേ. അതുകൊണ്ട് എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല. കാലത്ത് എഴുതാൻ പാടില്ലേ? രാവിലെ അമ്മയെ കാണാനില്ല. അമ്മയെ അന്വേഷിച്ചു പോയി. എന്താടാ ഇളിക്കുന്നേ? അച്ഛനും അമ്മയൊക്കെ ആവുമ്പോ വഴക്കിട്ടൊന്നും വരും. അതൊന്നും നമ്മൾ കാര്യമാക്കാൻ പാടില്ല. കാലത്ത് ഞാനും എന്റെ ഭാര്യയായി വഴക്കിട്ടിട്ടാ വരുന്നേ. ഇരിക്കെ. എന്റെ അമ്മ എവിടാണ് പോയിരിക്കുന്നത്? സാറേ, അനിലും ജീവൻ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവരോട് നിർത്താൻ പറഞ്ഞിട്ട് നിർത്തുന്നില്ല. സാറ് വരണം. ഞാൻ അങ്ങോട്ട് വന്ന് അവരുടെ വഴക്ക് നിർത്തണോ? ആ കുരുത്തം കെട്ടവന്മാരെ എങ്ങോട്ട് വരാൻ പറ. Mana
ഇവിടെ വഴക്കുണ്ടാക്കിയ TC എഴുതി കൈ തരും. ആവശ്യമില്ലാത്തതിന് ദേശീയഗാനം ഉപയോഗിക്കരുത്, മനസ്സിലായോ? ഇതൊക്കെ നിയമസഭയിൽ ചെയ്യേണ്ട കാര്യങ്ങളാ, ഇവിടെയല്ല. എടാ, ജീവയ്ക്ക് വേണ്ടി നമ്മൾ അടിക്കൂടില്ലേ? നമുക്ക് കഴിക്കാൻ വേണ്ടി അവൻ എന്തെങ്കിലും വാങ്ങി തരുമോ? ഒന്നും ചെയ്യുന്ന പോലെ എന്തെങ്കിലും ചെയ്തു നോക്ക്. 20, 21, 22, 23, 24, 25, 26. നിന്നെ അടിക്കും. നിന്നെ ഈ സ്കൂള് വിട്ട് വരട്ടെ ഓടിച്ചില്ലെങ്കിൽ എന്നോട് കൂട്ടിക്കൂടുന്നുമെന്ന് എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കാണാം, നമുക്ക് കാണാം. എത്രയ്ക്ക് വെച്ച് 50 ഇന്ത്യൻ സ്റ്റാമ്പ്. ഓക്കേടാ, നമുക്ക് കാണാം.